നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലി ഷിബു, കൺസൾട്ടന്റ് ചൈൽഡ് സൈക്യാട്രിസ്റ്റ് അറ്റ് നായേഴ്സ് ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പേരന്റൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ചിൽഡ്രൻ എന്നതിനെ കുറിച്ചാണ്. എന്താണ് പേരന്റൽ കോൺഫ്ലിക്റ്റ്? ഇൻ സിമ്പിൾ ടേംസ്, ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ പേരൻസിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഈ ടേം ഉപയോഗിക്കുന്നത്. അത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കമാകാം, അല്ലെങ്കിൽ സെപ്പറേഷൻ, ഡിവേഴ്സ് തുടങ്ങിയ ഒരു അവസ്ഥയിലും എത്താം. എന്നാൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോപ്പുലേഷനാണ് കുട്ടികൾ. പേരന്റൽ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആകുന്ന കുട്ടികളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങിയവ കാണുന്നതായിട്ട് പല റിസർച്ചിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പേരന്റൽ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇതവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ഇമ്പാക്റ്റ് നോക്കാം. ഈ കുട്ടികൾക്ക് ഇതൊരു ഡിസ്ട്രെസ്സിങ് എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തക്കതായിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് തോന്നും. അവരുടെ പേരൻസിൽ നിന്ന് ഒരു ക്വാളിറ്റി ടൈം റെഡ്യൂസ്ഡ് ആയിട്ട് തോന്നാം. ഒരു ഫാമിലിയാണ് ഒരു കുട്ടിയുടെ സെൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എന്നാൽ പേരന്റൽ കോൺഫ്ലിക്റ്റ് കാരണം ഈ കുട്ടികളിൽ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി കണ്ടുവരുന്നതായിട്ട് കാണാം. പല കുട്ടികളും അവോയ്ഡൻസ് ബിഹേവിയേഴ്സ് കാണിച്ചു കൂട്ടും. അതായത് ഈ പേരൻസ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഒരു മുറിയിൽ അടച്ചു പൂട്ടുന്നതായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് പോകുന്നതായിട്ട് കാണപ്പെടാം. എന്നാൽ ഓൺ ദ കോൺട്രറി, ചില കുട്ടികളിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, അതായത് പേരൻസുമായിട്ട് എപ്പോഴും ആർഗ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുക എന്നുള്ള ചില ബിഹേവിയേഴ്സും കാണാം. ബേസിക്കലി ഈ ഒരു പേരന്റൽ കോൺഫ്ലിക്റ്റ് ഒരു ത്രെട്ടനിങ് സിറ്റുവേഷനാണ്. അതായത് കുട്ടി അതിനെ പെർസീവ് ചെയ്യുന്നത് എൻ്റെ പേരൻസ് ഒടുവിൽ സെപ്പറേറ്റ് ആകുമോ, അല്ലെങ്കിൽ പേരൻസ് അവർ തമ്മിൽ തന്നെ ഹാം ചെയ്യുമോ എന്നുള്ളത് പ്രോസസ്സ് ചെയ്യാം. അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് ഫിയർഫുൾനെസ് അവരിൽ ഇൻവോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് പലപ്പോഴും അവർ കാരണമാണോ മാതാപിതാക്കൾ ഈ വഴക്കിന് കാരണമായെന്ന് തോന്നേക്കാം. അത് ഒരു സെൻസ് ഓഫ് ഷെയിം അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഗിൽറ്റ് അവരിൽ ഇൻഡ്യൂസ് ചെയ്യും. അവരാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് തോന്നി. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്? കുട്ടികളിൽ ഒരു എക്കണോമിക് ഇൻസെക്യൂരിറ്റി വരാം. പേരന്റ് ഏലിനേഷൻ സിൻഡ്രോം, അതായത് ഒരു പേരന്റ് കംപ്ലീറ്റ്ലി ബാക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പേരന്റ് കുട്ടിയിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി നിൽക്കുക ഓർ റിഡ്യൂസ്ഡ് ഇൻട്രാക്ഷൻ ഉണ്ടാകുക, അത് കാണാം. പേരൻസിനും ഇത് ഈക്വലി ടാക്സിങ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ ഹെൽത്തും കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട്, അവരുടെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങും എഫക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പേരന്റിങ്ങിൽ അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പേരൻസ് ആർ നോട്ട് ബീങ് ഏബിൾ ടു ബി ഇമോഷണലി അവൈലബിൾ ഫോർ ദാറ്റ് ചൈൽഡ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരന്റിങ് ബിഹേവിയറിലും കുറേയധികം ചേഞ്ചസ് വരാം. അതായത് കുട്ടിയെ സൂപ്പർവൈസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിൽ, കുട്ടിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിരുന്ന റൂൾസിലൊക്കെ ഒരു ഡിസ്റപ്ഷൻ വരാം. പല പേരൻസും അവരുടെ വഴക്കുകളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. കുട്ടികളോട് അവരുടെ സൈഡ് എടുക്കാനായിട്ട് പറയും. ഒരു പേരന്റ് മറ്റൊരു പേരന്റിൻ്റെ കുറ്റങ്ങൾ, അതായത് ക്യാരക്ടർ അസാസിനേഷൻ കുട്ടികളോട് പറയുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റുകളും കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനെ പേരന്റൽ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികളിൽ കാണപ്പെടുന്നത്? ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഷോർട്ട് ടേം ആയിട്ട് ഡിപ്രഷൻ ഈ കുട്ടികളിൽ കാണാം. വേരിയസ് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് സോഷ്യൽ ആങ്സൈറ്റി, ഒരു ഡിസോസിയേറ്റീവ് എപ്പിസോഡ് തന്നെ കാണാം. ചിലവർക്ക് ഇതൊരു ട്രോമാറ്റിക് സ്ട്രെസ്സാറാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു PTSD അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തന്നെ വരാം. ചില കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ബാധിക്കപ്പെടാം. അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ട് മടി കാണിച്ചേക്കാം. ചില കുട്ടികളിൽ ഫുൾ ബ്ലോൺ കോണ്ടാക്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ കണ്ടേക്കാം. ചില കുട്ടികളിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, അത് കാരണം അടുത്ത ദിവസത്തെ അവരുടെ ഫങ്ഷനിങ് ബാധിക്കപ്പെടുന്നു. സ്കൂളിൽ പോകുമ്പം ഭയങ്കര ഇറിറ്റബിൾ ആകുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ടാസ്ക് ഏൽപ്പിക്കുമ്പം അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ലാതെ വരുന്നു. ചില കുട്ടികളിൽ സബ്സ്റ്റൻസ് യൂസ്, ആൽക്കഹോൾ ആകാം, സ്മോക്കിംഗ് ആകാം, ഡ്രഗ് യൂസ് കാണപ്പെടുന്നു.